ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മലയോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിരന്തരമായി KSRTC വഴി നമ്മൾ വലിയ പരിശ്രമങ്ങൾ നടത്തുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം KSRTC അനവധി വെല്ലുവിളികളെ നേരിടുന്നുണ്ടെങ്കിലും പുതിയ മന്ത്രിയും മാനേജ്മെന്റും മുമ്പുണ്ടായിരുന്ന മന്ത്രിയും മാനേജ്മെന്റും ഒക്കെ തന്നെ പരമാവധി ഷെഡ്യൂളുകൾ വർദ്ധിപ്പിച്ചു ആളുകളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാനുള്ള വളരെ സജീവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഒരു ഗൂഡല്ലൂർ കോഴിക്കോട് വണ്ടി കൂടി അനുവദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഈ പ്രദേശത്ത് പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജ് വഴിയാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത്. ആളുകളുടെ ആശുപത്രി ആവശ്യം പ്രത്യേകിച്ചും രാവിലെ 5 മണിയോടുകൂടി ഗൂഡല്ലൂരിൽ വണ്ടി എന്ന നിലക്ക് രാവിലെ 8-9 മണിയോടുകൂടി രോഗികളായിട്ടുള്ള ആളുകൾക്കും അല്ലാത്തവർക്കും മെഡിക്കൽ കോളേജിലെത്താൻ സാധിക്കും. ആ രീതിയിലാണ് ഇതിന്റെ സമയക്രമം ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നാലും ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതോടൊപ്പം നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ ദിവസം 2:30 നിലമ്പൂരിൽ നിന്നും ആരംഭിച്ച് മെഡിക്കൽ കോളേജ് വഴി കോഴിക്കോട്ടേക്കും തിരിച്ച് 5:05 കോഴിക്കോട് നിന്നും അരീക്കോട് വഴി ഗൂഡല്ലൂരെത്തി. ഇന്ന് രാവിലെ 5 മണിക്ക് ഗൂഡല്ലൂരിൽ നിന്നും അരീക്കോട് മെഡിക്കൽ കോളേജ് വഴി കോഴിക്കോട് എത്തിച്ചേരും. DTO ജോഷി സ്വാഗതം പറഞ്ഞു. കൌൺസിലർ ഗോപാലകൃഷ്ണൻ, പാലോളി മെഹബൂബ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പീറ്റർ ET ഗംഗാധരൻ, P അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.